ഇതൊക്കെ നിന്നെ വളർത്തിയതിന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. വല്ലാതെ വായ്ത്താളം അടിക്കാതെ വഴിന്ന് മാറിക്കോ. പ്രദക്ഷിണം ഇവിടുന്ന് പോകുന്നത് വരെ ഈ വഴി നീ പോവില്ല. വിഡ്ഢികള് നിന്നെ പോലെ ഇങ്ങനെ അന്ധവിശ്വാസം പിടിച്ച് ജീവിക്കുന്നവരാണ്. സയൻസ് എത്രയൊക്കെ ഡെവലപ്പ് ആയാലും നിന്നെ പോലുള്ളവര് കിണറ്റിലെ തവളകളെ പോലെ ഉണ്ടാവും. റോക്കറ്റുകൾ അയക്കുന്ന ആ സയൻസും ചികിത്സയ്ക്കുതകുന്ന ആ സയൻസ് പോലും ദൈവത്തോട് പ്രാർത്ഥിച്ച് ആദ്യ ചുവട് വെക്കൂ. എന്നോട് ആർഗ്യൂ ചെയ്യാൻ മാത്രം നീ ആരാ? മാറി നിക്ക്. അത് തീരാതെ ഞാൻ മാറില്ല എന്ന് പറഞ്ഞില്ലേ? 5 മിനിറ്റ് ഒന്ന് നിക്ക്. ഇനിയും നീ കാരണം എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഇവിടെ ഉണ്ടായ കാരണം അടിച്ച് ഞാൻ പൊട്ടിക്കും. ആദ്യമായിട്ടോ എനിക്ക് ഒരുത്തി വാണിംഗ് തരുന്നത്. ഇറ്റ്സ് അൺബെയറബിൾ. തിരുമേനി, അതിങ്ങ് തരൂ. വലിയ വീട്ടിലെ മരുമകളാകാൻ പോവാ. പേര് കേട്ട വലിയൊരു വീട്ടില് കാലുകുത്തി കയറാൻ പോവാ. അവനീ വലിയ വീട്ടിലെ മരുമകളാവോന്ന് പറഞ്ഞു. ഞാൻ ആ വലിയ വീട്ടിലെ മരുമകളാകുന്ന എന്നോട് പറഞ്ഞ ആ ജോത്സ്യൻ നിനക്ക് ആ വീട്ടിലെ മരുമകളാണെന്നുള്ള അംഗീകാരം കിട്ടാനായി സീതയുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞില്ല. എല്ലാം ഒത്തുവന്നിരുന്നെങ്കിൽ ഇങ്ങനെ നാട്ടുകാരെ പോലെ പുറത്തുനിന്ന് എന്റെ ഭർത്താവിന്റെ വീടിനെ നോക്കി നിൽക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു. രാധാകൃഷ്ണൻ ആൻഡ് ഹിസ് വൈഫ് ആവനി. ആവനി വാങ്ങിക്കോ മോളെ, ഇത് വാങ്ങിച്ചോളൂ, പിടിക്ക്. എന്താ മോളെ, സുഖല്ലേ? സുഖാണ് സർ. ഒരു കാര്യം ഉണ്ടായിട്ട് വീട്ടിലേക്ക് വന്നേ. രാധാകൃഷ്ണൻ എവിടെയുണ്ടോ? നിന്റെ ഭർത്താവ് അവിടെ ഉണ്ടോന്ന് ചോദിച്ചപ്പോ അതിന് മറുപടി പറയാണ്ട് ചുറ്റും നോക്കി ഇങ്ങനെ ഭയപ്പെടുന്നു എന്തിനാ മോളെ? വർക്ക് ഫ്രം ഹോം അല്ലേ, എന്തായാലും ഇവിടെ കാണുമല്ലോ. രാധാകൃഷ്ണനുമായിട്ടൊന്ന് സംസാരിക്കാനുണ്ട്. വാ മോളെ, നമുക്ക് അകത്തേക്ക് പോവാം. എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാ. നിങ്ങൾ അകത്തേക്ക് ചെല്ലൂ. നിന്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന കമ്പനിയുടെ ബോസ് വന്നപ്പോ അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഇറസ്പോൺസിബിൾ ആയാൽ എങ്ങനെയാ മോളെ? അതല്ല സർ. നീ ഇനി എന്നോടൊന്നും പറയണ്ട. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരോട് എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാനുണ്ട്. അകത്തേക്ക് പോവാം, വരൂ. എനിക്ക് വരാൻ കഴിയില്ല സർ. രാധാകൃഷ്ണന്റെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അപ്പൊ പിന്നെ ഒരിക്കലും അമാന്തിക്കാൻ പാടില്ല. വാ വാ വാ, പറഞ്ഞത് നീ കേട്ടില്ലേ? വാ മോളെ. വരൂ സർ. വാ മോളെ. സ്വന്തം വീട്ടിലേക്ക് കയറി വരാനായിട്ട് ഇത്രയും ആലോചിക്കേണ്ട കാര്യം എന്താ? വാ, കയറി വാ. നിന്റെ ഹസ്ബൻഡിനെ വിളിക്കുമോളെ.
ശരി, എങ്കിൽ ഞാൻ തന്നെ വിളിക്കാം. രാധാകൃഷ്ണ, രാധാകൃഷ്ണ, രാധാകൃഷ്ണ. ആവണി ആരെയോ കൊണ്ടുപോകുന്നാണല്ലോ. അതെന്റെ ബോസാണ്. നമസ്കാരം സാർ. നമസ്കാരം. എന്താ സാർ പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക്? എന്താ, വരാൻ പാടില്ലേ? അങ്ങനെ പറഞ്ഞതല്ല. എന്തിനാ നീ വന്നേ? ആരാ ഇത്? അമ്മേ, എന്റെ ബോസ് അമ്മേ. അന്ന് ഞാൻ പ്രമോഷൻ സ്വീകരിച്ചത് ഈ സാറിന്റെ കയ്യിൽ നിന്നാ. നമസ്കാരം അമ്മേ. നമസ്കാരം, ഇരുന്നുള്ളൂ. അച്ഛനെ അമ്മയെ എനിക്ക് മനസ്സിലായി. ബാക്കിയുള്ളവരെ പരിചയപ്പെടുത്തുന്നില്ലേ? എന്റെ അളിയൻ, എന്റെ ചേച്ചിയുടെ മോള്. ഇതാരാ? പെട്ടുപോയല്ലോ. അത് നിർത്തിയത് എന്തിനാ? പരിചയപ്പെടുത്തിക്കോളൂ സാർ. ആ നിൽക്കുന്നത് എൻ്റെ സിസ്റ്ററാണ് സാറേ. ഓഹോ, അത് ശരി. ഗേറ്റിന്റെ അടുത്ത് വെച്ചാ തന്റെ വൈഫിനെ കണ്ടേ. എന്നെ ഒരു പരിചയമില്ലാത്ത പോലെ ബിഹേവ് ചെയ്തായി. നിന്റെ ഭാര്യയുടെ സ്വഭാവം എനിക്കൊട്ടും പിടിച്ചില്ല കേട്ടോ. പുറത്തേക്ക് പോകണം, എന്തോ ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ഞാനാ നിർബന്ധിച്ച് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. അതായിരുന്നു കാര്യം. അല്ലെങ്കിൽ അവൾക്ക് വരാനുള്ള ധൈര്യം ഉണ്ടാവില്ലായിരുന്നു സാർ. അവളുടെ വീട്ടിലേക്ക് അവൾക്ക് വരാൻ ധൈര്യത്തിന്റെ കാര്യം എന്താണ്? വേറെ കഥയുണ്ട് സാർ. പൃഥ്വിരാജേ, നീ നിർത്തിക്കേ. എന്താ സാർ, എന്താ വീട്ടിലേക്ക് വന്നത്? അവനായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതെ സാർ, നിങ്ങളുടെ രാധാകൃഷ്ണന് നെക്സ്റ്റ് ലെവലിലേക്ക് പ്രൊമോഷൻ കൊടുത്ത പോലെ അവനെ ഫുള്ളായിട്ട് ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചാലെന്നൊരു ആലോചനയുണ്ട്. നീ എന്തു പറയുന്നു രാധ? താങ്ക് യു സാർ. ഇങ്ങനെ ഭാഗ്യത്തിന് മേൽ ഭാഗ്യം വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നിന്റെ ഭാര്യ ആവനിയാ. ഭാര്യയുടെ ഭാഗ്യം കൂടി ഭർത്താവിന് ലഭിക്കുമെന്നാ. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ അല്ല സർ. എന്താടാ അവിടെന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ പറഞ്ഞ സത്യമാണ് സർ. രാധാകൃഷ്ണന്റെ ഭാര്യ ഈ ലാവണ്യ, ഞാനല്ല. ദയവ് ചെയ്ത് നിങ്ങൾ ഒരിക്കൽ കൂടി ആ വാക്ക് ഉപയോഗിക്കരുത്. അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അന്നാ ഫംഗ്ഷൻ അന്ന് പിന്നെന്താണ് സംഭവിച്ചത്? അന്നത്തെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ പരിചയപ്പെടുത്തേണ്ടി വന്നു. എന്റെ തൊണ്ടയിലും എന്തോ കുടുങ്ങിയതുപോലെ എനിക്കൊന്നും പറയാനും പറ്റിയില്ല. ആ കാര്യത്തിന്റെ പേരില് കേൾക്കാനുള്ളതെല്ലാം കേട്ടു, അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. സർ, അവനി പറഞ്ഞൊക്കെ സത്യമാണ്. എന്റെ ചേട്ടൻ പ്രമോഷന് വേണ്ടിയിട്ട് ഇവളെ യൂസ് ചെയ്തതായിരുന്നു. ഇതെല്ലാം സത്യമാണോ? യെസ് സാർ. ഒരു പ്രൊമോഷന് വേണ്ടി ഇതുപോലൊക്കെ തരം താഴാൻ പറ്റുമോ? നിന്നെ പോലുള്ളമാര് ജോബിൽ തുടരാൻ പാടില്ല. എന്നെ ചീറ്റ് ചെയ്തതിന് നിന്നെ ഞാൻ സസ്പെൻഡ് ചെയ്യാണ്. സാർ, ഇനി ഒരിക്കലും ഇങ്ങനെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ഞാൻ നോക്കാം സാർ. നോവേ, ഇനി എന്റെ ഓഫീസ് കണ്ടേക്കരുത്. സാർ 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 എന്റെ ഫ്യൂച്ചർ മുഴുവൻ നീ നശിപ്പിച്ചില്ലേ? ഒരു 5 മിനിറ്റ് വായടച്ച് നിന്നാൽ എന്താ കുഴപ്പം? ആരാരുടെ ഫ്യൂച്ചറിനെ ഇല്ലാതാക്കിയത് ഇവിടെ? നിങ്ങൾ എന്റെ ഭാവി വെച്ച കളിച്ചോണ്ടിരിക്കുന്നത്.
നിങ്ങൾ എന്നെ ഒറ്റ ദിവസം അങ്ങനെ കൊണ്ടുപോയതുകൊണ്ട് ഞാൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? രാധാകൃഷ്ണന്റെ വൈഫ് ഞാനല്ല, നീയാണെന്ന് എന്നേക്കാൾ മുമ്പ് നിനക്ക് പറയാൻ പറ്റണം. ഏതോ നാടകം കാണുന്ന പോലെ കണ്ടോണ്ടിരുന്നാ പോരാ. അന്ന് നിങ്ങളിവിടെ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇന്ന് ചുരുങ്ങിയത് നിങ്ങളെങ്കിലും ആവണിയല്ല സാർ എന്റെ മരുമകൾ, ലാവണ്യാണ് എന്റെ മരുമകൾ എന്ന് എന്നെ പറയാ തരുന്നത്. നിങ്ങളൊക്കെ മിണ്ടാതിരിക്കായിരുന്നു. അതുകൊണ്ടാ എനിക്ക് സത്യം പറയേണ്ടി വന്നത്. എന്തായാലും അവനവന് വരുന്നത് വരെ വിഷമം മനസ്സിലാവില്ലെന്ന് പറയുന്നത് ഇതുകൊണ്ടാ. ഒന്നും ആലോചിക്കാതെ ഒരു തെറ്റ് ചെയ്താ എന്തൊക്കെ അനർത്ഥങ്ങളായിരിക്കും നേരിടേണ്ടി വരികയെന്ന് ഇനിയെങ്കിലൊന്നും മനസ്സിലാക്കിയേക്ക്. കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കി. ഇതിനേക്കാൾ വലിയ ഭാഗ്യക്കേട് എന്താ ഉള്ളത്? പൈസയല്ല പ്രധാനപ്പെട്ടത്, അത് മനസ്സിലാക്കിക്കോ. അവന് നിക്ക്. എന്താ? ചേട്ടന്റെ ബോസിനോട് സത്യം പറഞ്ഞത് നല്ല കാര്യമായി. അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ഓഫീസിൽ പറയും. അന്ന് ആ ഫംഗ്ഷന് വന്ന എല്ലാ ആളുകൾക്കും സത്യങ്ങളൊക്കെ മനസ്സിലാവും. അവിടെ വെച്ച് തന്നെ കണ്ട ആളുകള് എപ്പോഴെങ്കിലും തന്നെ മുന്നിലേക്ക് വന്നാ തന്നെ പറ്റി മോശം വിചാരിക്കില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. പക്ഷെ മറ്റുള്ളവരുടെ ബുദ്ധി അങ്ങനെയല്ല. മറ്റൊരാളുടെ ഭാര്യയായിട്ട് വരാൻ നാണമില്ലേ എന്ന് ശരിക്കുള്ള കമന്റ്സ് അപ്പോഴായിരിക്കും വരിക. നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുത്താം. ഞാനിപ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ന്യായീകരിച്ചുകൊണ്ട് മരണം വരെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കാം. നിങ്ങളുടെ ചേട്ടൻ അയാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്നെ ബലിയാടാക്കി. പക്ഷെ അങ്ങനെ സംഭവിക്കാനുള്ള പ്രധാന കാരണം നിങ്ങളാ. ഞാനെന്താ ചെയ്ത അവനി? നിങ്ങളുടെ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച ദിവസം നിങ്ങൾ തന്നെ എന്നെ ഭാര്യയായിട്ട് പരിചയപ്പെടുത്തിയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. നിങ്ങൾ ആ സത്യം മറച്ചു വെച്ചതുകൊണ്ടാ എനിക്ക് മറ്റൊരാളുടെ ഭാര്യയായിട്ട് പോകേണ്ടി വന്നത്. എത്രയോ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഞങ്ങളെ പോലുള്ളവര് ഇങ്ങനെയുള്ളതിന് കൂടി ഇരയാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡ് എത്ര തെറ്റാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കണം. ഇതിനെ പറ്റുന്നത്ര വേഗത്തില് നിങ്ങളെ തിരുത്താനായിട്ട് ശ്രമിക്കണം കേട്ടാ. അവളെ ഒരിക്കൽ കൂടി വിളിച്ചു നോക്കിക്കൂടെ? സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞില്ലേ? അർദ്ധരാത്രിയായി, ഇനിയും അവള് വീട്ടിലെത്താത്ത എന്താ? പാർട്ടി നൈസായിരുന്നല്ലേ? Yeah. Thanks for the compliment. മൈ പ്ലഷർ. What about tomorrow? As you wish. We'll go for out? Yeah, sure, ഹരിക. രാവിലെ നമ്മുടെ ടീമിനോട് സംസാരിക്കാം. ഓക്കെ അല്ലേ? It's okay. ബൈ. ബൈ ഹരിക. ബൈ. ബൈ. എനിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. എന്തിനാ ഇങ്ങനത്തെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? കാലം നല്ലതല്ല. ഞങ്ങൾക്ക് നിന്നെ കുറിച്ച് ആദ്യം ഉണ്ടാവില്ലേ? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. യു ഡോണ്ട് വറി. കാർ ഇവിടെ മോളെ. ബ്രേക്ക് ഡൗൺ ആയല്ലോ ഡാഡ്.
പബിന്റെ അടുത്ത് വച്ചിട്ട് വന്നതാ. രാവിലെ ആകുമ്പോഴേക്കും പ്രോബ്ലം ക്ലിയർ ആവും. പോയി എടുത്തോണ്ട് വരാം. ഹാരിക നിക്ക്. വാട്ട് ഗൗതമി? ഞാൻ ഡിന്നർ കഴിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ പോയി കിടക്കട്ടെ. ആ ചെറുക്കനേതാ? ഇനിയിപ്പോ നീയെങ്ങാനും ഇഷ്ടപ്പെടുന്ന അവനെ അതിനൊന്നും പറ്റില്ല. ജസ്റ്റ് പബ്ബിലെ ഫ്രണ്ടാ. ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നേ ഉള്ളൂ. പെൺകുട്ടികള് പാതിരാത്രിയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയല്ല. ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു ഗൗതമി. വൈകി പോയി. സിറ്റിയിൽ ഇപ്പൊ ഇതൊക്കെ കോമൺ തന്നെയല്ലേ. നിങ്ങൾ ഇതൊക്കെ ആലോചിച്ച് വീണ്ടും വീണ്ടും കോൾ ചെയ്ത് ഡിസ്റ്റർബ് ചെയ്യുന്ന അറിയുന്നോണ്ടാ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത്. ബട്ട് ഇപ്പൊ സമയത്രായെന്ന് അറിയോ നിനക്ക്? നിങ്ങൾക്കൊരു മകനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നോ ഡാഡി? ഇനിയും ആൺ പെൺ വ്യത്യാസം എന്തിനാ ഡാഡി? പാരന്റ്സ് കൊടുക്കുന്ന പ്രൈവസിയെ പിള്ളേര് മിസ്യൂസ് ചെയ്യാൻ പാടില്ല മോളെ. ഞാനതിന് മിസ്യൂസ് ചെയ്യുന്നില്ലല്ലോ ഡാഡി. നോ അഫെയർസ്, നോ ഡേറ്റിംഗ്, ജസ്റ്റ് ഗെറ്റ് ടുഗെദർ. കല്യാണം കഴിക്കേണ്ട കുട്ടിയല്ലേ നീ? ഒന്നിനും ഒരു ലിമിറ്റ് ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാകും മോളെ. ലിമിറ്റ്സ് എനിക്ക് ഇഷ്ടമല്ല. ആചാരങ്ങള് ബൗണ്ടറീസ് വരച്ച ആ വരയില് ഞാൻ നിൽക്കില്ല. യു വെരി വെൽ നോ ദാറ്റ്. ഓഫ് കോഴ്സ് ഞാൻ കല്യാണം കഴിയേണ്ട കുട്ടി തന്നെയാ. എന്നെ ഇഷ്ടപ്പെടുന്ന ആള് ഇതൊക്കെ മനസ്സിലാക്കിക്കോളൂ. ഡാഡി, ലൈഫിൽ റിഗ്രറ്റ്സ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഇവൾ ഇങ്ങനെയായത് എന്താ ചേട്ടാ? ദൈവത്തിന്റെ ദയ കൊണ്ട് അവളുടെ മനസ്സിന് പിടിച്ച ഒരാളെ കിട്ടിയ മതിയായിരുന്നു. എന്താ മേഡം, ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നത്? നീ എന്താടി ഇങ്ങനെ നിൽക്കുന്നേ? എങ്ങനെ ചോദിക്കണമെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോ നിന്റെ ഒരു സഹായം വേണം. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യണമെന്നോ? നീ ഇതെന്താടി? എനിക്കൊരു ജോലി വേണമായിരുന്നു. ജോക്കാ? നീ നിന്റെ ഹസ്ബൻഡിന്റെ ഓഫീസിൽ തന്നെ ജോലിക്ക് പോകുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. പിന്നെന്തിനാ ഇനി ജോലി? ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും വീട്ടിലേക്ക് ഇറങ്ങി പോന്നു ഗീത. വാട്ട്? ഇപ്പൊ ഞാൻ ചേച്ചിയുടെ കൂടെയുള്ളത്. സത്യാണോ? ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് ആ വീട്ടിലെ കാല് വെച്ചു എന്നല്ലാതെ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. എപ്പോഴും തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ. അവന് കള്ളിയാണെന്ന് 1000 പ്രാവശ്യം പറയും. കള്ളി കള്ളി കള്ളി. ആവനിയെ നമുക്ക് ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കണം. നിന്റെ കല്യാണത്തിന് ആവനി ഒരു തടസ്സം തന്നെയാണ്. നീ ആ വീട്ടിൽ സന്തോഷമായിട്ടിരിക്കുകയാണെന്നാ ഞാനും ചേച്ചിയും വിചാരിച്ചത്. ഇത്ര നാൾ നിങ്ങളുടെ കല്യാണം അറിഞ്ഞില്ല എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചേച്ചി ഈ കാര്യം അറിഞ്ഞാൽ ചേച്ചി സഹിക്കില്ല. ശ്രീകർ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും സ്നേഹത്തോടെ തന്നെ എന്നെ നോക്കുന്നത്. എപ്പോഴും എന്റെ സൈഡിൽ നിലനിൽക്കാറുമുണ്ട്. കല്യാണത്തിന്റെ കാര്യം വരുമ്പോ മാത്രം അദ്ദേഹത്തിന്റെ അമ്മയുടെ ആരോഗ്യത്തെ കുറിച്ചാണ് ശ്രദ്ധിക്കാറുള്ളത്. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വേറെ എന്തെങ്കിലും ശക്തമായ കാരണം ഉണ്ടാവും. എന്നാലും നീ എന്തിനാ വായടിച്ചിരിക്കുന്നത്? നിനക്കത് പറയാമായിരുന്നില്ലേ? അദ്ദേഹം പറയുന്നത് വരെ പറയില്ലെന്ന് എന്റെ അടുത്തുനിന്ന് സത്യം ചെയ്ത് വാങ്ങിയതാ. ഇത് നല്ല കൂത്ത്. ഇങ്ങനെ നല്ല കുട്ടിയായിട്ടിരുന്നോ നീ? എനിക്കെന്തോ ശ്രീകറിന് വല്ലാതെ സംശയം തോന്നുന്നുണ്ട്. നീ എന്തേ ചെയ്യുന്നേ? നീ നിക്ക്. ഹലോ, ഞാനാണ് അവനിയുടെ ഫ്രണ്ട് ഗീതയാണ്. താനോ? സുഖാണോ? എന്റെ ഫ്രണ്ടിന് സുഖമില്ലാതിരിക്കുമ്പോ ഞാൻ എങ്ങനെയാ സുഖമായിട്ടിരിക്കുക സർ? ജോലി വേണമെന്ന് പറഞ്ഞ് അവനെ എന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് സർ. ഗീത, നീ കോള് കെട്ടി. ഞാൻ സംസാരിച്ച് പൂർത്തിയാക്കുന്നത് വരെ തടസ്സം നിന്നാ എന്നെ പിന്നെ നോക്കണ്ട. ശ്രീകറിന്റെ ഭാര്യയായി എന്നറിഞ്ഞപ്പോ അവളുടെ കഷ്ടപ്പാടൊക്കെ തീർന്നെന്നാ കരുതിയെ. ഇപ്പൊ പണ്ടത്തേലും ബുദ്ധിമുട്ടിലേക്ക് അവളെ തള്ളിയിട്ടതുപോലെ ആയില്ലേ സർ?
ഗീത താൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്കെന്തോ നിങ്ങൾ സേഫ് ഗെയിം കളിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. സേഫ് ഗെയിമോ? അമ്മയുടെ ആരോഗ്യം മാനിച്ച് കല്യാണ കാര്യം അറിയിക്കാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട്. അതൊരു കാരണമാണെന്നല്ലാതെ അത് മാത്രമാണ് കാരണമെന്ന് തോന്നുന്നില്ല. ശരിക്കുള്ള കാരണം മറ്റെന്തോ ആണെന്ന് തോന്നുന്നു സർ. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും പിന്നെ ഭഗവാനും മാത്രമേ അറിയുള്ളൂ. സർ, അവനെ പറ്റി നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അതിന് ഭാര്യയായിട്ടാണെങ്കിലും മരുമകളായിട്ടാണെങ്കിലും അനിയത്തിയായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു സുഹൃത്തായിട്ടാണെങ്കിലും ഏത് റിലേഷനിലാണെങ്കിലും ആ റിലേഷനില് അവളെക്കാട്ടിലും മികച്ചത് വേറെ ആരും ഉണ്ടാവില്ല. ആ കാര്യം എനിക്കും അറിയുന്നതല്ലേ. ആ കാരണം കൊണ്ട് തന്നെയാ ഞാൻ ആരെക്കാളും വലുതായിട്ട് അവനെ സ്നേഹിക്കുന്നതും. നിലവിൽ അവൾക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം കിട്ടിയ പോരാ സർ. സത്യം പുറത്തറിഞ്ഞ് കുടുംബത്തിന്റെ അംഗീകാരം കൂടി വേണം. ഭർത്താവിന്റെ വീട്ടിൽ മറ്റൊരാളെ പോലെ കഴിയുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ഗീത.